എന്താണ്? ഇങ്ങോട്ട് പോണം. സ്ഥലം അറിയാതെ പോകാൻ പറ്റുമോ ചേ? ഇത് നോക്കി അങ്ങ് പോയാ പോരെ? എന്നാ നീ ഓടിക്ക്. പറഞ്ഞു തന്നാ പോവാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കേറ്. ഓരോന്നും ഒന്നോളും മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല. ചേട്ടാ, ഈ സ്ഥലത്തേക്ക് ഒട്ടം പോകാൻ പറ്റുമോ? ചുമയാണ്, അതാ മാസ്ക് വെച്ചേക്കട. എന്തിനാ അമ്മ എന്നെ കിടന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്തായാലും നിങ്ങൾ വിളിക്കുന്ന കാര്യം നടക്കൂല. എങ്ങോട്ടാണ് പറ വച്ചേ? ഇല്ല, പുലി അവിടെ ഇറക്കിട്ട് പോകും. എത്രേ? 80. സ്കാനറൊന്നുമില്ല, ലിക്വിഡ് മണി. ക്യാഷ് എന്നിട്ട് പോവച്ചേ. ഇവനൊക്കെ ഈ ആറ്റിറ്റ്യൂഡിൽ അയ്യപ്പനെ കാണാൻ പോണം. ഇവിടെയുള്ള ബ്ലാക്ക് കൃഷ്ണയുടെ ഫ്രണ്ടാ. ഇവിടെ ബ്ലാക്കിൻ പറ്റുമെന്നല്ലോ. അയ്യോ, ഞാൻ റീലിൽ കണ്ടത് ഇത് തന്നെ വീട്. അയ്യോ, ഇൻഫ്ലുവൻസർ ബ്ലാക്ക് കൃഷ്ണ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ വാതിൽ കിടന്ന റീലോ ഇടലെന്ന്. ഇന്ന് ഇവൻ വന്നു, നാളെ ഇവനെ അന്വേഷിച്ച് ഇനി ആരാണോ വരുന്നത്? എന്ത് കാണിക്കും. കൊളാബ് വല്ലതാണെങ്കിൽ ഡീൽ ചെയ്താൽ കേട്ടോ. ഇങ്ങോട്ട് വന്ന് എടാ, ഞാനാ നിന്റെ ഫ്രണ്ട് ലിജോ. മനസ്സിലായില്ലേ? നിന്റെ കളിക്കൂട്ടുകാരൻ, നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചത്. മറന്നുപോയി നീ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ലിജോ LOSൽ ഒരുമിച്ച് പഠിച്ച് ഒരേ ബെഞ്ചില് കളിക്കൂട്ടുകാരൻ. ഇല്ല, മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുമിച്ച് ഒരേ ബെഞ്ചില്. ഓർമ്മ വന്നില്ലേ? ലിജോ മനു. ചേച്ചി, എന്റെ കാര്യം ഒരു കാര്യം ചെയ്യാം. തൽക്കാലം 2 ദിവസത്തേക്ക് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ, ചേച്ചിയുടെ ഫ്ലാറ്റ്, അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. കാരണം അവരവിടെ ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ ചേച്ചി? അവിടെ സെക്യൂരിറ്റി ചേച്ചി അറിഞ്ഞ പോലെ. അവരോട് പറഞ്ഞാ പോരെ? അയ്യോ എന്റെ പൊന്നു മോളെ, ഞാൻ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നിൽക്കണേ. ചേട്ടനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ ചേച്ചി പറഞ്ഞാലൊന്നും നടക്കത്തില്ല. മാക്സിമം 2 ദിവസം. ഓക്കെ ചേച്ചി, ഇപ്പൊ എന്തേലും ഒരു വഴി. നിനക്ക് 2 വീലർ ഓടിക്കാൻ അറിയോ? കോൺഫിഡൻസ് ഉണ്ടോ? എന്നാ നമുക്കൊരു വഴി ഉണ്ടാക്കാം.
എന്നാലും നീ എന്ത് പരിപാടിയോടെ കാണിച്ചത്? എടാ പെരുന്നാളൊക്കെ അല്ലായിരുന്ന രണ്ടെണ്ണം അടിച്ച് തരിച്ചിരിക്കണായിരുന്നു. അടിക്കാൻ തോന്നി അടിച്ചു, പറ്റിപ്പോയി. എന്നിട്ട് അവനെന്തെങ്കിലും പറ്റൂ? തട്ടിപ്പോട്ടുന്നുണ്ടാവില്ല. ഇല്ല, കയ്യാക്കാലം ഒടിഞ്ഞാലേ ഉള്ളൂ. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറിക്കോളും. പക്ഷെ അതല്ല പ്രശ്നം. ഞാൻ UK പോകാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ മറുപടി കേസ് കൊടുത്ത ആകെ വെള്ളിയും. അതുവരെ നിൽക്കാനേ എനിക്ക് സേഫായിട്ടൊരു സ്ഥലം വേണമായിരുന്നു. ഉള്ള കാര്യം പറയലളിയാ, ഈ ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഒന്നാമത് കഞ്ചാവും മറ്റേ മറിച്ച മാക്കിയതൊക്കെ എല്ലാം ഉള്ളതാണ്. ഇവിടെ ഞാനേ ഓസിയാ ജീവിക്കുന്നത്. ഏത് സമയം കിറുക്കന്മാർ കയറി വരും. ഇവിടെ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എറണാകുളത്ത് നിൽക്കാനുള്ള സാമ്പത്തികമൊക്കെ ഡേയ്, എൻ്റെ അതെന്താ പാലാവറിയത് ആരാന്ന് എനിക്കറിയാലോ. നിന്റെ സ്വന്തം DNA അല്ലേ ഞാൻ ചോദിച്ചത്. ഇവിടെ നിൽക്കണമെങ്കിൽ കാശ് വേണം. ഡേയ് ഉണ്ടടേ, ഉണ്ട്. എന്നാലും ബാച്ചിലേഴ്സിന് കിട്ടാൻ പാടാളിയാ. അതെന്താ? കൊച്ചിയിൽ അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാത്തിനും പരിഹാരമുണ്ട്. OLX വഴി ചെറിയൊരു പരിപാടിയുണ്ട്. എന്താ? ചെറുത്. ഹലോ ചേച്ചി ഞാനിവിടെ എത്തിട്ടോ. ഫ്രണ്ടിലാണോ? ആ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. ഞാൻ നിർത്താതെ കയറി വരട്ടെ? ഇവിടെ മൊത്തം ക്യാമറ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, സെക്യൂരിറ്റിയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടെ ഒന്ന് വിളിക്കേ. ഓക്കെ. എവിടേക്കാ പോകുന്നത്? ഏത് ബ്ലോക്ക്? ബ്ലോക്ക് ബി. ഫ്ലാറ്റ് നമ്പർ? ഫ്ലാറ്റ് നമ്പർ 504 പറയണ്ട, F53 എന്ന് പറഞ്ഞു. F53. ഇതെന്താ സംഭവം? ഇത് ഫുഡാ. ഫുഡാണ്. ഇത്രയും വലിയ വേഗം? കുറച്ച് അധികം പേർക്കുണ്ട് ബിരിയാണി. പെട്ടെന്ന് ശരി. എത്തി ചേച്ചി. ഓക്കെ അവിടുന്ന് 504 ആണേ. ആ എന്റെ പൊന്നു പാവ, നീ എന്തിനാ സ്റ്റെപ്പ് കയറാൻ നിൽക്കുന്ന? ലിഫ്റ്റിലേക്ക് വാ. അയ്യോ വേണ്ട ചേച്ചി, ലിഫ്റ്റ് കയറിയോ ആള് വെക്കും. ഇതെവിടെയാ? അവിടെ ആരും ഇല്ലല്ലോ അല്ലേ? 504 അല്ലേ? അതെ 504. കയറിക്കോ, അത് കയറിക്കോ. ഹലോ, OLX-ൽ ആഡ് കണ്ടിട്ട് വിളിക്കായിരുന്നേ. ഞാൻ തന്നെയാണത്. പറഞ്ഞോ. ഗേൾസിനൊന്നായിരുന്നല്ലോ ഇട്ടിരുന്നേ. അല്ല, കുട്ടി വേണമെങ്കിൽ എന്നെ ഗേളായിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഒരുമാതിരി പൂക്കൃത്തരം പറയരുത് കേട്ടോ. ആഡ് ഇട്ടിട്ട് ആളെ പറ്റിക്കുന്നോട്ടെ. ഹലോ 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 നീ ഇന്നലെ OLX ചെയ്ത പരിപാടികളൊക്കെ മാറ്റേ. ഞാൻ മര്യാദക്ക് പറഞ്ഞതൊന്നും ചെയ്യണ്ടെന്ന്. ഇവിടെ പെണ്ണുള്ള നല്ലല്ലേ, അന്വേഷിക്കാൻ ആരും വരത്തില്ല. അതുമല്ല പെണ്ണ ഐശ്വര്യല്ലേ? ഐശ്വര്യം വേണ്ട, ഒരു തേങ്ങയും വേണ്ട. പറയണവരെ കേട്ടാ മതി. ഈ പെണ്ണേഴ്സും കൂടി ഉള്ളു എനിക്ക് വരാനായിട്ട്. നിനക്ക് വേണ്ട നിന്റെ നല്ലതിനല്ലേ. നിനക്ക് ആ നല്ലത് വേണ്ടെന്ന് പറഞ്ഞു. നീ മാറ്റേ. വേണ്ട ആ അപ്പൊ ആക്കട്ടെ. നീ എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണം.
ഒരു റൂം നോക്കണം. ഈ OLXോ മറ്റേ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ നോക്കിയില്ല? ഓ അതൊക്കെ നോക്കി ചേച്ചി. ബാച്ചിലർന്ന് കേൾക്കുമ്പോ കട്ടാക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം മോളെ. ബാച്ചിലേഴ്സിന് റൂം കിട്ടൂല. താമസിക്കാനല്ലേ ചോദിക്കുന്നത്? അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല താമസിക്കുന്നത്. പിന്നെ അതൊക്കെ നീ വഴിയേ മനസ്സിലായിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 ദിവസം. എൻ്റെ അവസ്ഥ അങ്ങനെയാ. നീ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. നീ റെസ്റ്റ് എടുക്കേ, ഞാൻ വരാം. ചേട്ടാ അറിയാലോ, ഞാൻ വളരെ മാന്യനായിട്ടൊരു പയ്യനാണ്. അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. റൂംസ് അവൈലബിൾ ആണോന്ന് അറിയാൻ. ബാച്ചിലർ. ഓ ബാച്ചിലേഴ്സിന് ഉണ്ടാവില്ല അല്ലേ? എന്ത് കേട്ടോ ഇങ്ങനെ പറയണത്? ഒറ്റയ്ക്കുള്ള പിന്നെ ഹലോ, ബാച്ചിലേഴ്സിന് റൂം കൊടുക്കുമെന്ന് അറിയാനായിരുന്നു. ഇവിടെ ബാച്ചിലേഴ്സിനും ജീവിക്കണ്ടേ ഈ നാട്ടില്? ചേട്ടാ ഞാൻ ഇതിനു വേണ്ടി ഒരു പെണ്ണിനോട് ഒപ്പിക്കാനാണ്. അപ്പൊ സിംഗിൾസിന് ഇവിടെ കൊച്ചിയിൽ റൂം ഉണ്ടാവില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് അല്ലേ? ഓ ആയിക്കോട്ടെ, നമുക്ക് കാണാം ഇതെവിടം വരെ പോകുന്നു ട്ടാ. ഓ ശരി. ഹലോ, ഈ ഫോണിലേക്ക് ഒരു കോൾ വന്നല്ലോ. ഞാൻ ബാച്ചിലേഴ്സിന് വല്ല റൂം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എത്ര പേരുണ്ട് നിങ്ങൾ? ഒരാളാ. ഓ ഫാമിലിക്ക് കൊടുക്കും. എന്നൊരു കാര്യം ചെയ്യ്, വന്നൊന്ന് കാണും. കാണാൻ പറ്റുമോ? ആ തൃപ്പൂണിത്തുറ വാ. ആണോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ ലൊക്കേഷൻ ഒന്ന് അയക്കാവോ? ഈ നമ്പറിലാ? ഈ നമ്പറിൽ. ആ ഓക്കെ ഓക്കെ. ഹലോ, റൂമൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും കുറെ പേരൊക്കെ വിളിച്ചായിരുന്നു. അപ്പൊ ചേട്ടനും കൂടി ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തു. റൂം വല്ലതും ഉണ്ടോ? റൂമുണ്ട്. ഉണ്ടാ? ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇപ്പൊ വരാം. ശരി. മോളെ, വീട് കണ്ട് ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ടോക്കൺ കൊടുക്കും. ഈ വീട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല, ഫാമിലിക്ക് മാത്രം കൊടുക്കും. മോള് പിന്നെ ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് എത്ര BHK ചേട്ടാ? ഇത് 3 BHK. ഹസ്ബൻഡ് എന്താ പറയാഞ്ഞേ? പുള്ളി ഒരു ബിസിനസ് ടൂറില്ല. ഓ, ഈ വീട് കാണാനേ ഇന്ന് ഒരാൾ കൂടി വരാനുണ്ട്. ആരാ? വീട് നോക്കാൻ വന്ന ഫാമിലിയാണോ? ഞാൻ ഇന്നലെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു ഫാമിലിക്ക് ഈ വീട് കിട്ടുമെന്ന്. ചേട്ടാ ഓക്കെ ആണേ? ശരി ശരി, ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? ഉറപ്പിച്ചല്ലേ? ഞങ്ങൾക്ക് ഓക്കെ ഉണ്ടോ?